കോഴിക്കോട് നടക്കാവിൽ തെരുനായയുടെ ആക്രമണം ഉണ്ടായി. 9 പേരെ നായ കടിച്ചു. KV രാഹുൽ, ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്ന സ്ഥിരീകരണമുണ്ടോ? തെരുവുനായ ആക്രമണം പതിവായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, യഥാർത്ഥത്തിൽ തെരുവുനായ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ആകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. കോഴിക്കോട് നഗരമധ്യത്തിലാണ് ഇപ്പോൾ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 9 പേർക്കാണ് കടിയേറ്റത്. 9 പേരും ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവരെ വരെ നായ കടിച്ചിട്ടുണ്ട്. ഒരേ നായ തന്നെയാണ് ആ മേഖലയിലൂടെ ഓടി നടന്ന് ആളുകളെ ആക്രമിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മോടൊപ്പം ഇപ്പം നായയുടെ കടിയേറ്റ ഒരു വ്യക്തി തന്നെ ചേരുകയാണ്. ഇത് നടക്കാവിൽ എവിടെ വെച്ചാണ് ഇങ്ങനെ നായ കടിച്ചത്? ക്രിസ്ത്യൻ കോളേജിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കുറച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി, കടി കൊടുങ്ങാനായിട്ട് സൈഡാക്കി നിർത്തിയ പോലെ ആയിപ്പോയി. നിർത്തി സ്കൂട്ടറിൽ ഒരു ഫോൺ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ ഫോൺ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് കയ്യിൽ വന്നില്ല. അപ്പോഴേക്ക് തന്നെ ഇതൊന്ന് കടിക്കൽ കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഞാൻ ഒന്നിച്ച് വീണുപോയി. അപ്പോൾ പിന്നെ അതിൽ നായ പെട്ടെന്ന് പോയി. കാലിലാണ് കടിച്ചല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നായൻ്റെ ഫോട്ടോ ഒന്നും പകർത്തി എടുക്കാമല്ലോ, വരുന്ന വഴിയാണല്ലോ, നേരത്തെ തന്നെ ഓടുന്നത്. ആ സമയത്ത് അതേ റൂട്ടിൽ വരുന്ന വേറൊരു പയ്യനെ അപ്പോൾ തന്നെ കടിക്കുന്നത് കണ്ടു. കറുത്ത നായയാണോ? ആ, കറുത്ത നായയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അയാൾ മലപ്പുറം ജില്ലക്കാരനാണ്, പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. ഒരു കറുത്ത നായ തന്നെയാണ് ഓടിയണെന്ന് എല്ലാവരും കടിച്ചല്ലേ? എല്ലാവരും കടിച്ചു. അത് നേരെ പോവുകയാണ്. നേരെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടിക്കുന്നത്. എന്തായാലും ഭ്രാന്ത് ഉണ്ട് എന്നുള്ള ഷുവറാണ്. അത്ര ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതെ, മധ്യത്തിൽ തന്നെ നട്ടുച്ചയ്ക്ക്. അതെ, 11:30 മണി. 11:30ക്കാണോ? 11:30. പിന്നെ ഒരു വിദ്യാർത്ഥിക്കും എന്നാണ് അധികമായിട്ടില്ല. ഞങ്ങൾ കണ്ടു, മാംസം പുറത്ത് ചാടിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടീൻ്റെ അക്കാദമി പഠിക്കുന്നു. ഇതിനൂടെ ഇവിടെ ഉണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് അവിടെ തന്നെ ഒരു ഏവിയേഷൻ അക്കാദമി ഉണ്ട്. ആ അക്കാദമിയിലുള്ള ഒരു വിദ്യാർത്ഥി, ബാക്കി മുതിർന്ന ആളുകൾ, ഇപ്പോൾ ഇദ്ദേഹത്തെ തന്നെ അവിടെ ഒരു സ്കൂട്ടറിൽ വന്നതാണ്. സ്കൂട്ടർ നിർത്തി ഒരു ഫോൺ ചെയ്യുന്ന സമയത്താണ് നായ വന്ന് കടിച്ചിട്ടുള്ളത്. കറുത്ത നായയാണ് 9 പേരെയും കടിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ പരിധിയിലാണ്, അവരുടെ ശ്രദ്ധയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നായയുടെ ലക്ഷണങ്ങളൊക്കെ പ്രകാരം അതിന് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കാം എന്നാണ് കടിയേറ്റ ആളുകളൊക്കെ പറയുന്നത്. വലിയ ആശങ്ക തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ തെരുവുനായ ആക്രമണമാണ്. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒളവണ്ണയിൽ കഴിഞ്ഞ ദിവസം 3-ലധികം ആളുകളെ നായ കടിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു 3.5 വയസ്സുകാരൻ ഉൾപ്പെടെയാണ്. പിന്നീട് പയ്യോളിയിൽ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി 5 പേരെയും നായ കടിച്ചു എന്നുള്ളൊരു സ്ഥിതിയാണ്. ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെ വീണ്ടും നായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 9 പേരെയാണ് ഇപ്പോൾ കടിച്ചിട്ടുള്ളത്. നടക്കാവ് മുതൽ റോഡിലൂടെ ഓടി നടന്ന് നായ കടിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥി ഈ ഇദ്ദേഹത്തിൻ്റെ അക്കാഡമിയിലാണ്. കുട്ടിയുടെ കാലിന് തന്നെയാണ് കടിച്ചല്ലേ? കുട്ടിയുടെ കാലിന് കടിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്തായിരുന്നു. ക്രിസ്ത്യൻ കോളേജ് സിഗ്നലിൽ വെച്ചിട്ടാണ്. നല്ല പരിക്കുണ്ടോ? ആഴത്തിലുള്ള മുറിവുണ്ട്. ബ്ലീഡിങ് ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാഡ് വെച്ചിരിക്കുകയാണ്. ഇത്രയും കേസുകൾ വന്നുകൊണ്ട് അവർക്ക് ടൈം എടുക്കും എന്നുള്ളത് പറഞ്ഞിട്ട്. അവിടെ ഇങ്ങനെ എപ്പോഴും ശല്യം ഉണ്ടാവാറുണ്ടോ ഈ കോളേജിൻ്റെ പരിസരത്തൊക്കെ? അങ്ങനെ കാണുന്നില്ല. കാരണം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്കൂളുള്ള ഏരിയകളാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉള്ള ഏരിയകളാണ്. അങ്ങനെയോട് കാണാറില്ല. പക്ഷേ ഇപ്പോൾ കാണാറുണ്ട്. ഇങ്ങനെ ഇന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം ആ ഒരു ഏരിയ, നടക്കാവ്, ക്രിസ്ത്യൻ കോളേജ്, മാവൂർ റോഡ് എന്ന് 2 ഭാഗത്തു നിന്നൊക്കെയാണ് കടിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന കേസുകളെല്ലാം വന്ന സമയത്ത് 4ഓളം കേസുകളാണ്. ഇപ്പോൾ ഒരു 8 കേസ് 9 പേരുണ്ട് ഇവിടെ. 9 കേസ് എന്ന് പറയുന്നുണ്ട്. വലിയ ആശങ്കയുണ്ട് അല്ലേ ഇതുപോലെ ആയതുകൊണ്ട്? അതെ, നമ്മളിവിടെ പെട്ടെന്ന് ബീച്ച് ഹോസ്പിറ്റലാണ് വന്നത്. ഈ വരുന്ന വഴിയിലും പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ എണ്ണുന്നതിലും അപ്പുറത്തേക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഒരേ നായ, ഒരു കറുത്ത നിറത്തിലുള്ള നായയാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ 9 പേരെയും ആക്രമിച്ചത്.